മതസ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണം അതാത് വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന നിയമമുണ്ടാകണം. ഈ അവസ്ഥ മാറി വിശ്വാസികളുടെ വോട്ടർ പട്ടിക പ്രകാരം വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്ന മതവിശ്വാസ ബോർഡുകൾ ഉണ്ടാകണം. രാജ്യത്തെ ഏറ്റവും വലിയ മതവിശ്വാസ സ്ഥാപനങ്ങളിലൊന്നായ ശബരിമലയുടെയും അതുപോലെ കേരള വഖഫ് ബോർഡിൻ്റെയും ഭരണ ഉത്തരവാദിത്വം അതാത് മതവിശ്വാസികളല്ലാത്തവർ കൈയാളുന്ന അവസ്ഥയ്ക്ക് അടിയന്തിരമായ മാറ്റം വരണം. സോഷ്യൽ മീഡിയ മനുഷ്യരുടെ നിലപാടുകളെ നിയന്ത്രിക്കും വിധം സർവ്വസാധാരണമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിഭാഗീയ ചിന്തകളുണ്ടാക്കുന്ന ചെറിയ പരാമർശങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളും നിരന്തരമായ ഇടപെടലുകളും ഉണ്ടാവേണ്ടത് മതനേതാക്കളുടെ നിർബന്ധ ഉത്തരവാദിത്വമാണ്. കായികം. എല്ലാ പഞ്ചായത്തിലും ഒരു മിനി സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ട് കായിക രംഗങ്ങൾക്ക് ആവശ്യമായ സാധ്യതകൾ തുറന്നിടും. ഇന്ത്യൻ സ്പോർട്സ് അന്താരാഷ്ട്ര നിലവാരത്തിന് എത്തുന്നതിന് ആവശ്യമായ പരിശീലനം ഇത്തരം കേന്ദ്രങ്ങളിൽ ചെറുപ്രായം മുതൽ ആരംഭിക്കും. ഒരു കായിക യൂണിവേഴ്സിറ്റി എന്ന ആശയം നമ്മുടെ കേരളം മുന്നോട്ട് വെക്കുകയാണ്. ടൂറിസം. കേരളത്തിൻ്റെ വരുമാന സ്രോതസ് നിലനിർത്തുന്നതിനും കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കഴിയുന്ന ഒന്നാണ് ടൂറിസം മേഖല. കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും കോർത്തിണക്കി ഒരു ടൂറിസം മാപ്പും അത്തരം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം കോറിഡോറും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കേരളം ടൂറിസം മേഖലയിൽ ലോകോത്തര നിലവാരത്തിലെത്തേണ്ടതുണ്ട്. ഹോളിസ്റ്റിക് ചികിത്സാരംഗത്തെ നൂതന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുവഴി ഹെൽത്ത് ടൂറിസം, കാർഷിക വിളകളുടെ പ്രത്യേകിച്ച് സ്പൈസസ് മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കുന്ന പ്രകൃതിക്കിണങ്ങിയ ഫാം ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കും. നിർമ്മിത ബുദ്ധി നവമാധ്യമം. നമ്മുടെ യുവത സമൂഹത്തിലെ രാഷ്ട്രീയ, ധാർമ്മിക, സദാചാര മൂല്യങ്ങൾ തകർക്കാൻ ആഗോള ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ ഈ വാസ്തവം നമ്മുടെ കേരളം തിരിച്ചറിയുകയാണ്. സത്യം അസത്യമായും, അധർമ്മം ധർമ്മമായും, നീതി അനീതിയായും പ്രചരിപ്പിക്കാനാണ് ഇത്തരം കേന്ദ്രങ്ങളുടെ ശ്രമം. ഇതിൽ നവമാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒരുപോലെ പങ്കുചേരുന്നുണ്ട്. യുവതയെ സുഖലോലുപതയിലേക്കും ആഡംബരങ്ങളിലേക്കും വിനോദങ്ങളിലേക്കും മാത്രം കൊണ്ടുചെന്നെത്തിക്കുകയും കുടുംബം, സമൂഹം എന്നിവിടങ്ങളിൽ അവർക്കുള്ള ഉത്തരവാദിത്വങ്ങളെ വിസ്മരിപ്പിക്കുകയും അതുവഴി യുവതയെ നിർവീര്യമാക്കുകയുമാണ് കുത്തകകളുടെ സാമ്പത്തിക ഉദാരവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവശ്യ സാധനങ്ങൾക്ക് വില കുത്തനെ കൂടുമ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗത്തിന് നിർലോഭമായ ഓഫറുകൾ നമുക്ക് ചുറ്റിലും ലഭ്യമാകുന്നത്. നിയന്ത്രണമില്ലാതെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കപ്പെട്ടാൽ ചരിത്രത്തിലെ വിനാശകരമായ അവസ്ഥയായി ഇത് മാറും. കോവിഡ് കാലഘട്ടത്തിലാണ് പഠനാവശ്യങ്ങൾ എന്ന പേരിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം ചെറിയ കുട്ടികളിൽ വളരെയധികം വ്യാപകമായത്. ഇൻ്റർനെറ്റിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് സമയബന്ധിതമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് കൾച്ചർ കുടുംബങ്ങളിൽ നാം നടപ്പിലാക്കേണ്ടതുണ്ട്. ഇതിൽ രാഷ്ട്രീയ, മത, ധാർമ്മിക, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ പുതിയൊരു മുന്നേറ്റത്തിനിറങ്ങണമെന്ന് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ആഹ്വാനം ചെയ്യുന്നു. അതോടൊപ്പം കൃത്യമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന പത്ര, ദൃശ്യ, സാമൂഹ്യ മാധ്യമങ്ങളെ ഭീതിപ്പെടുത്തി നിയന്ത്രിക്കുന്ന ഭരണകൂട രീതി ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്നും ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള വിലയിരുത്തുന്നു. ഉപസംഹാരം. അഭിപ്രായ ഭിന്നതകൾക്ക് മനുഷ്യോൽപത്തിയുടെ പ്രായമുണ്ട്. അവയെ ജനാധിപത്യപരമായി ഉൾക്കൊണ്ട് പൊതുനന്മയ്ക്കായി വലിയ മനസ്സോടെ മുന്നേറുമ്പോഴാണ് നമ്മുടെ കേരളം ഒരു സ്നേഹതീരമായി മാറുന്നത്. ഇതിനായുള്ള കാഴ്ചപ്പാടുകളും കർമ്മപരിപാടികളുമാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ജനസമക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ കേരളം, വി ആർ വൺ എന്ന മുദ്രാവാക്യം തീർത്തും വ്യത്യസ്തമായ
ഒരു ബദലാണ്. നിലവിലെ സർവത്ര മേഖലകളിലും കാര്യമായ അഴിച്ചുപണികൾ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള നിർദ്ദേശിക്കുന്നത് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു പുലരിക്കു വേണ്ടിയാണ്. ഇത് ഒരു വ്യക്തി മാത്രം മുന്നിട്ടിറങ്ങിയാൽ നടപ്പിലാകുന്ന ഒന്നല്ല. പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അതുവഴി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള അതിൻ്റെ ആശയവും പ്രവർത്തനങ്ങളും സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഈ ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നയരൂപീകരണ കരടുരേഖ പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത്. ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് യുവാക്കളാണ്. യുവതയെ അരാഷ്ട്രീയവൽക്കരിക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകളുടെ കെണിയിൽപ്പെടാത്ത ഒരു യുവത അതിനായി മുന്നോട്ടു വരുമെന്ന് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള പ്രതീക്ഷിക്കുന്നു.